നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊക്കെ പല സഹോദരന്മാരും ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന, യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. അല്ലാത്ത പല ആളുകളും ഒഴിവുകാലമാണ്, കുടുംബത്തോടൊപ്പവും അല്ലാതെയുമൊക്കെ ടൂർ യാത്രകളും മറ്റൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ പരിശുദ്ധ ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് ഉണർത്തുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമതായി, യാത്ര പോകുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തിൽ വാഹനങ്ങളായി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് കരയിലാണെങ്കിൽ മൃഗങ്ങളെയായിരുന്നു. ഒട്ടകവും കുതിരയും കഴുതയും കോവർ കഴുതിയൊക്കെയാണ് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. കടലിലാണെങ്കിൽ കപ്പലുകൾ, അതാണ് ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അന്നുണ്ട് കപ്പലും ബോട്ടും, അങ്ങനത്തെ സംഗതികളൊക്കെ അതിലുണ്ട്. അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ ചരക്കുകൾ ദൂരദിക്കിലേക്ക് എത്തിക്കാൻ പാകമായ രീതിയിൽ ഈ മൃഗങ്ങളെയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പാകമാക്കി തന്നിരിക്കുന്നു, വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു. തഹ്മിലു അസ്കാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബിബാലിഗിഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോലും ഈ നിങ്ങളുടെ ഭാണ്ഡവും ചുമന്നുകൊണ്ട്, ചരക്കും ചുമന്നുകൊണ്ട് പോകുന്ന മൃഗങ്ങൾ പറ്റി ഒക്കെ ഈ സൂറത്ത് നഹലിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ വലിയൊരു കൃപയുടെ ഭാഗമാണ്. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, കാരുണ്യവാനും കൃപയുള്ളവനൊക്കെയാണ് അള്ളാഹു. അതുകൊണ്ടാണ് ഈ തരം മൃഗങ്ങളെയൊക്കെ നമുക്കത് വിധേയമാക്കി തന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എല്ലാ മൃഗത്തിൻ്റെയും പുറത്ത് നമ്മൾ കയറി യാത്ര പോകണം എന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കൂലല്ലോ. ചില മൃഗങ്ങളെ അവയുടെ പ്രകൃതിയും സ്വഭാവമൊക്കെ നമുക്ക് പുറത്ത് ചരക്കും വെച്ച് ദീർഘമായി യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾക്ക് ജഅലലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർകബു എന്നൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. കപ്പലുകളും അതുപോലെ തന്നെ ഈ മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹ വസീനതൻ, ഈ കുതിരകളും കഴുതയും കോവർ കഴുതിയൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അള്ളാഹു പാകപ്പെടുത്തി തന്നിട്ടുണ്ട്. സഞ്ചരിക്കാൻ മാത്രമല്ല, വസീനത്തൻ, നിങ്ങൾക്കൊരു അലങ്കാരമായിക്കൊണ്ട്, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അലങ്കാരമായുള്ള വാഹനങ്ങളായിക്കോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുതിരകളെ പറ്റിയൊക്കെ അങ്ങനെ നമുക്ക് പറയാം. ഒരു കുതിരനെ പോറ്റി വളർത്തുന്നതൊക്കെ ആ രീതിയിലാണ്. എന്നിട്ട് ഭാവിയിലുള്ള അതിന് ശേഷമുള്ള വാഹനങ്ങളെ പറ്റി ഒരു വാചകം, ഒരു പദം പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത, അന്നത്തെ ആളുകളോട് പറയാണ്, നിങ്ങൾക്കറിയാത്ത വേറെയും പലതും അള്ളാഹു ഇവിടെ ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഹനങ്ങൾ. ഇപ്പോൾ ഈ വിമാനമാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കാറും ബസ്സും ട്രെയിനും വിമാനവും, അതുപോലെ എന്തൊക്കെ വാഹനങ്ങളായി മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ടോ അത് അന്നത്തെ ആളുകൾക്ക് അറിയാത്ത വാഹനങ്ങളാണ്. അപ്പൊ ഇനി ഭാവിയിലും നമ്മളോടും ഇപ്പോൾ പറയുന്ന സംഗതി തന്നെയാണ്, നമ്മളോടും തന്നെയാണ് പറയുന്നത്. ഖുർആൻ യഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരുപാട് ഇനിയുണ്ടാവും. അപ്പൊ ഇനിയും പല രൂപത്തിലുള്ള, നമുക്കൊന്നും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിലുള്ള വാഹനങ്ങളും വാഹന സൗകര്യങ്ങളൊക്കെ ഭാവിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിക്കും, ഉണ്ടാക്കും എന്നൊക്കെ ഇവിടെ ഖുർആൻ നമുക്ക് സൂചിപ്പിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഈ വാഹനം എന്നതിനെ പറ്റി, ഈ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ബോധം, അത് പടച്ചോൻ നമുക്കതിന് സംവിധാനിച്ച് തന്നതാണ്.
അത് അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്തൊക്കെയാണ് എന്ന് വരെ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്ത് സുഹ്റുഫിൽ അള്ളാഹു പറയുന്നത് ഈ വാഹനത്തെ പറ്റിയൊക്കെ പറഞ്ഞു തസ്തവു അലാ ളുഹൂരിഹി, ഈ വാഹനത്തിന്റെ പുറത്ത് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, സുമ്മ തദ്കുറു നിഅമത റബ്ബക്കും, എന്നിട്ട് അള്ളാന്റെ ഒരു അനുഗ്രഹത്തെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത് കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും മറ്റേതിലാണെങ്കിലും നമ്മൾ ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വാഹനത്തിന്റെ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ ഓർക്കണം. പോരാ, ഇതസ്തവൈത്തു, നിങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين إنا إلى ربنا لمنقلبون. അപ്പോൾ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇതിനെ ഒക്കെ സൃഷ്ടിച്ച് നമുക്ക് പാകപ്പെടുത്തി തന്ന, ഉണ്ടാക്കി തന്ന, ഇതിന് വഴിയൊരുക്കി തന്ന പടച്ചവനെ നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇതിനെ ഞങ്ങൾക്ക് പാകമാക്കി തന്നവൻ അല്ലാഹു, നീ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്ക് നേരത്തെ ഇതിനെ ഈ രീതിയിൽ സാധിക്കുമായിരുന്നില്ല. വൈന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ നിന്റെ ഞങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടങ്ങുന്നവരാണ്. ആ ഒരു പ്രാർത്ഥന. അപ്പൊ നമുക്ക് അറിയുന്ന സംഭവമാണ് ഇങ്ങനെ വാഹനം കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏത് വാഹനം കയറുകയാണ്, ഇപ്പൊ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും വിമാനത്തിലാണെങ്കിലും ഏത് വാഹനത്തിൽ കയറുകയാണെങ്കിലും വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം, അതാണ് ഇവിടെ പറഞ്ഞത്, അതാണ് എന്താണ് ഇതസ്തവൈത്തും അലൈഹി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ. അങ്ങനെ നിങ്ങൾ അതിലങ്ങോട്ട് ഇരുന്ന് അവിടെ റെഡിയായി കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ യാത്രയിൽ അതൊന്നും കൂടി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. വാഹനം ഇരുന്ന് അതാണ് പുറപ്പെടുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാണ്. അത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അവനാൻ സ്വന്തമാണെങ്കിലും ശരി, നമ്മൾ മറ്റൊരു വാഹനത്തിൽ കയറിയവരാണെങ്കിലും ശരി, ഡ്രൈവറാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് നമ്മോട് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര വലിയ ഒരു അനുഗ്രഹമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. പിന്നെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കുറച്ചുകൂടി സുദീർഘമായൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ യാത്രയിൽ നമ്മൾ ചോദിക്കേണ്ട സംഗതികളാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ, പടച്ചോനെ തഖ്വയും ബിർറൊക്കെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് നൽകണേ, സൽക്കർമ്മം ചെയ്യാൻ അവസരം നൽകണമേ, ഈ യാത്ര ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ, യാത്രയുടെ ദൈർഘ്യം ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുതേ, നീയാണ് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുള്ളവൻ. ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പോന്നു, പക്ഷേ ഞങ്ങളെ ബാക്കിയുള്ള ആളുകൾ നാട്ടിലുണ്ട്, അവരെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ. ഞങ്ങളെ സമ്പത്തും മറ്റൊക്കെ നാട്ടിലുണ്ട്, അതിന് നീ കാവലാണേ. അതുകൊണ്ട് തന്നെ യാത്രാക്ലേശം ഞങ്ങൾക്ക് ഉണ്ടാക്കരുതേ, ദുഃഖകരമായ കാഴ്ചകളൊന്നും ഞങ്ങളുടെ യാത്രയിലൂടെ ഞങ്ങൾക്ക് കാണേണ്ടി വരരുതേ. അതുപോലെ മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാരും സമ്പത്തിനൊക്കെ വലിയ കുഴപ്പവും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാകരുതേ എന്നുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആശയം അത് ഇത്ര വളരെ വലിയൊരാശയമാണല്ലോ. അപ്പൊ ഈ ഒരു ബോധം വേണം. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് യാത്ര നമ്മൾ പോകേണ്ടത് എന്നാണ് ഇസ്ലാം മതം നമ്മൾ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ യാത്ര പോകണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു യാത്ര പോകുന്നത് ഇപ്പോൾ ഒരു ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാണ് പോകുമ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യണ മുതലാണ് തുടങ്ങുന്നത് എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ സ്കൂളും അതുപോലെ ഫാമിലി ടൂറാണെങ്കിലും സുഹൃത്തുക്കളായി പോവുകയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ലംഘനമായിക്കൊണ്ടുള്ള രീതിയാകാൻ പാടില്ല. ഇതിൻ്റെ ഈ ഒരു ബോധം മനസ്സിൽ എപ്പോഴും വേണം. യാത്രയിൽ അത് രസകരമാകണം, അതുപോലെ അവിടെ യാത്രയിൽ മറ്റു നല്ല വിനോദപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, ഇതിനൊന്നും എതിരല്ല. പക്ഷേ ഈ ഒരു ബോധം വിട്ടുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്
നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. കാരണം എന്തും സംഭവിക്കാവുന്ന ഒന്നാണ് യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഗതി, യാത്ര എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി റസൂലുള്ള പറഞ്ഞത്, യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കിത്അത്തും മിനൽ അദാബാണ്. പണ്ട് കാലത്തൊക്കെ പ്രത്യേകിച്ചും അതൊരു ദുരിതം പിടിച്ച ഒരു പ്രയാസകരമാണ്. യാത്ര കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദീർഘമായി നിങ്ങൾ യാത്രയിൽ തന്നെ കഴിച്ചു കൂട്ടരുത്, ആവശ്യം കഴിഞ്ഞാൽ വേഗം നിങ്ങൾ തിരിച്ചു വരണം എന്നൊക്കെ റസൂലുള്ള പറയുന്നുണ്ട്. പിന്നെ ഉമർ ഖത്താബിന്റെ ഒരു വചനം നമ്മളൊക്കെ പലപ്പോഴും ഓർക്കണം, യാത്രയിലെ നമ്മുടെ സുഹൃത്തുക്കൾ, കൂടെയുള്ള ആളുകൾ, അത് നല്ല ആളുകളാകാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. നമുക്ക് പരസ്പര ബന്ധമുള്ള, അല്ലെങ്കിൽ പരസ്പരം മറക്കാനും പൊറുക്കാനും ഒക്കെ സാധിക്കുന്ന ആളുകൾ, ക്ഷമിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം നമ്മളുടെ കൂടെ യാത്രയിൽ ഉണ്ടാകേണ്ടത്. ഏത് യാത്രയാണെങ്കിലും കൂടെ ആ രീതിയിലുള്ള ആളുകൾ ഉണ്ടാകണം. അത് ഉമർ ഖത്താബ് പറഞ്ഞു, ഒരു മനുഷ്യനെ പറ്റി നമ്മൾ വിലയിരുത്തേണ്ടത് അയാൾ പള്ളി കൃത്യക്ക് നിസ്കരിക്കാൻ വരുന്നുണ്ടോ അല്ലേ എന്നല്ല. ആ വിഷയത്തിൽ പൊതുജീവിതത്തിൽ അയാളെ വിലയിരുത്തേണ്ടത്. ഒരു മനുഷ്യനെ പറ്റി ഉമർ ബിൻ ഖത്താബിനോട് ഒരാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു, അവർ നല്ല മനുഷ്യനാണ് അയാൾ. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, എങ്ങനെയാണ് നീ നല്ല മനുഷ്യനാന്ന് പറഞ്ഞത്? അയാളിങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കണ കണ്ടിട്ട് നല്ല മനുഷ്യൻ എന്ന് പറയാണോ? എന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, ഒരാളെ പറ്റി നമ്മൾക്ക് കൂട്ടുജീവിതത്തിന് ബാക്കിയുള്ളവരുമായുള്ള ബന്ധങ്ങൾ എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഒന്ന് അയാളുടെ കൂടെ ഒരു യാത്ര പോയി നോക്കണം. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും യാത്രയിൽ പോകുമ്പം നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവും ചില ആൾ, മൂപ്പരെയും കൂട്ടിയൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല, യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെ നമുക്കുണ്ടാവും. അങ്ങനെയാകാൻ പാടില്ല. യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു പരസ്പരം സഹകരണത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ തന്നെ ഒരു ഭാഗമായി മാറേണ്ടതുണ്ട്. യാത്ര ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ കാര്യം പിന്നെ പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പണമിടപാട് നടത്തുമ്പോൾ അറിയാം മനുഷ്യന്റെ തനിനിറം. ഓരോ മനുഷ്യന്റെയും തനിനിറം അറിയാൻ പറ്റുന്ന ഒന്നാണ് പണമിടപാട് നടത്തുമ്പോൾ എങ്ങനെയാന്നുള്ളത്. രണ്ടാമത്തെ സംഗതി ഉമർ ഖത്താബ് പറഞ്ഞ സംഗതിയാണെന്ത്, കൂടെ യാത്ര ചെയ്യാൻ. അത് വളരെ ശരിയായ ഒരു സംഗതിയാണ്. കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ചില ആളുകളുടെയൊക്കെ തനിനിറം നമുക്ക് കാണുന്നത്. ഇത്ര സ്വാർത്ഥനാണ് അയാൾ എന്ന് പറയും. ചില ആളുകളൊക്കെ യാത്ര ചെയ്ത് മടങ്ങിയതിനു ശേഷം ഭയങ്കര സ്വാർത്ഥനാണ് കേട്ടോ അയാളെ കാര്യം മാത്രമേ, അല്ലെങ്കിൽ അവളുടെ കാര്യം മാത്രമേ ഉൾക്കൊള്ളൂ, ബാക്കിയുള്ളവരെ പറ്റി യാതൊരു ബോധവുമില്ല എന്നൊക്കെ നമ്മൾ ആളുകളുടെ ഒറിജിനൽ സ്വഭാവം പലപ്പോഴും പുറത്തേക്ക് വരിക കൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് അത്തരം സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലുള്ള സൗകര്യവും അതുപോലെ ഉള്ള കാര്യമൊന്നും ഉണ്ടാവില്ല എന്നും നമ്മൾ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകേണ്ടതാണെന്നും ക്ഷമിക്കേണ്ടതാണ്, മറ്റുള്ളവരെ സഹായിക്കേണ്ടതാണ്. ഇങ്ങനെ കുറേ പാഠങ്ങൾ നമുക്ക് യാത്ര പോകുന്ന ആളുകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ യാത്ര എന്ന് പറയുന്നത് ഹജ്ജ് യാത്രയും അല്ലാത്ത യാത്രയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ പോകുന്ന യാത്ര ഹലാലായ യാത്രയാണെങ്കിൽ അതൊരു കുറ്റമുള്ള സംഗതി ഒന്നല്ല. ഹറാമാണെങ്കിൽ അതിൽ ചെയ്യുന്ന ഹറാം അത് വേറെ വിഷയമാണ്. സാധാരണ ഒരു ഹലാലായ ഒരു യാത്രയും ഒരു ഹജ്ജ് ഉംറ പോലുള്ള തീർത്ഥയാത്രയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഹജ്ജ് ഉംറയും തമ്മിലുള്ള തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് മുതൽ തിരിച്ചു വരുന്നവരെ അതിലെ ഓരോ കാര്യങ്ങളും പ്രതിഫലാർഹമാക്കി മാറ്റാൻ കഴിയുന്ന, ധാരാളം പ്രതിഫലങ്ങൾ നേടാൻ കഴിയുന്ന, തുടക്കം മുതൽ മടക്കം വരെ നമുക്കതിന് സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് യാത്രയൊക്കെ പോകുന്ന ആളുകൾ അവർ ഓരോ സുന്നത്തിൻ്റെ കാര്യവും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. യാത്ര തുടങ്ങുമ്പോഴുള്ള, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അതുപോലെ യാത്രയിലുള്ള പ്രാർത്ഥന, ഓരോ സുന്നത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് ജീവിതത്തിലുടനീളം പാലിക്കാനുള്ള ഒരുപാട് സുന്നത്തായ സംഗതി പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായി ചെയ്യേണ്ട സംഗതിയല്ല, എന്നാൽ നമ്മൾക്ക് ഐച്ഛികമായി പ്രതിഫലം നേടിയെടുക്കാവുന്ന കുറേ കാര്യങ്ങൾ. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ഉറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം, വീട്ടിൽ പ്രവേശിക്കും, ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന്. അതിലേതെങ്കിലും ഒന്നാൾ വിട്ടുപോയാൽ അവൻ വലിയ മഹാപാപം ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഓരോന്നും നമ്മൾക്ക് നേടിയെടുക്കാവുന്ന രീതിയിലാണ് തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ ഹജ്ജ് ഉംറ പോലുള്ള യാത്രകൾ. ആ ഒരു അർത്ഥത്തിൽ തന്നെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ ഒരുപാട്
ആ യാത്രയിലൂടെ അയാൾ ഒരുപാട് പുണ്യം നേടാൻ അയാൾക്ക് സാധിക്കുന്ന ഒന്നാണ്. അത് അങ്ങനെ മാറ്റാൻ കഴിയുന്നതാണ് ഈ തീർത്ഥയാത്രകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിലെന്ന് ഒന്നാമത് ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ ഫൽയുഅമ്മിറു അഹദും. ഒരു എത്ര ആളുകൾ പോവുകയാണെങ്കിലും അതിനൊരു നേതാവ് വേണം, ഒരു അമീർ വേണം യാത്രക്ക്. എല്ലാവരും അമീറായാൽ പറ്റില്ല. കൂട്ടമായി ഒന്നിലധികം ആളുകൾ ഒരു യാത്രക്ക് പോകും, ഒരാൾ നേതാവ്. അമീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അമീർ പറയുന്നത് ബാക്കിയുള്ള ആളുകൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നിൽക്കുകയും വേണം. അപ്പം ആ അർത്ഥത്തിൽ നമ്മളിപ്പോൾ ടൂറ് പോവുകയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും അതിനൊരു അമീർ ഉണ്ടാകുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ ഉണർത്തുന്ന കാര്യം. ചില ആളുകൾ യാത്ര പോവും, എന്നിട്ട് യാത്ര പോയിട്ട് എന്താ ചെയ്യുക, ഓരോരുത്തരും അവനാന് വേണ്ട സാധനമൊക്കെ അവനാൻ തന്നെ വാങ്ങി തിന്ന് ഒരു തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ യാത്ര പോകുന്ന ആളുകളുണ്ട്. അവനാൻ എന്താ വേണ്ടി അവനാൻ നോക്കുക, അവനാന്റെ സൗകര്യം എടുക്കുക, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കേണ്ടതല്ല. ഒന്നാകെ അതിനൊരു നേതൃത്വം ഒരാൾ, അയാൾ എവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങുക, അവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു നേതാവും അനുയായികളുമായിട്ടാണ് നിങ്ങൾ യാത്ര പോകേണ്ടത്. അങ്ങനെ യാത്ര പോകുമ്പോൾ ആ യാത്രക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. ആ യാത്ര കാരണം മനുഷ്യൻ എന്ന പല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരും അവനാന്റെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ യാത്രയിൽ പൊതുവായ ഒരു രൂപം സ്വീകരിക്കുക, അത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ സംഗതി, നിങ്ങൾ ഏത് യാത്ര പോവുകയാണെങ്കിലും നിങ്ങൾ നേരത്തെ പോകണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയായിരുന്നു. അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ബുകൂറഹാണ്. നേരത്തെ, അതായത് പുലർച്ചെ സന്ദർഭത്തിൽ നിങ്ങൾ യാത്ര പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സമയലാഭം, അതിലൊരു ബർക്കത്തുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് നമുക്കൊരുപാട് സമയം ലാഭിക്കാനുണ്ടാവും. അപ്പോൾ എപ്പോഴും യാത്ര നമ്മൾ നേരത്തെ തന്നെ യാത്ര പോകുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് ആ കാര്യത്തിൽ ഉണർത്തുന്നുണ്ട്. പിന്നെ വേറൊരു സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിന് രാത്രി കാലത്ത് പ്രത്യേകിച്ചും, അത് ആ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ ദോഷവും കാര്യമൊക്കെ ഉണ്ടെങ്കിലും അതല്ലാതെയും രണ്ട് നിലക്കും തന്നെ എപ്പോഴും തൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടാകുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ലൗ അന്നന്നാസി യഅലമൂന മിനൽ വഹ്ദതി മാ അലമു മാ സാറ റാക്കിബുൻ ലൈലിൻ വഹദ. ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ, എനിക്കറിയുന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ രാത്രി യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുമായിരുന്നില്ല. അപ്പൊ രാത്രി യാത്ര പോവുകയാണെങ്കിൽ കഴിയുമെങ്കിൽ, ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവും, അതിനെപ്പറ്റിയല്ല, അല്ലാത്ത രീതിയിൽ സാധാരണ രീതിയിൽ നമ്മൾ കൂടെ ആരെങ്കിലും ഒരാൾ ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ രാത്രി യാത്ര ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമ്മെ ഉണർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഒരു യാത്രക്ക് ഒരാൾ ഒരു ഉദ്ദേശം വെച്ചൊരു യാത്രക്ക് പോയാൽ ആ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തിരിച്ചു വരികയാണ് വേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ആ ആവശ്യം കഴിഞ്ഞ് പിന്നെ അവിടെ കുറേ ചുറ്റിത്തിരിഞ്ഞ് എന്തിനാ വന്നത് എന്നും അറിയില്ല, അങ്ങനെ കുറേ പിന്നെ അതിനെ കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ല. റസൂലുള്ളാഹി പറഞ്ഞ സഫറു കിതാത്ത് മിനൽ ലദാം, യാത്ര എന്ന് പറഞ്ഞാൽ യംന വഹദക്കും ത്വഅമഹു വശറാബഹു, ഭക്ഷണത്തിൻ്റെ ഉറക്കവും ഇതൊന്നും ഒരു സാധാരണ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫൈദ ഖളാ അഹദുക്കും നഹ്മതഹു ഫൽയഅജിൽ ഇലാ അഹ്ലിഹി, വേഗം വീട്ടിലേക്ക് മടങ്ങി വരണം. ആവശ്യം കഴിഞ്ഞാൽ, ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ തപ്പി തട്ടി തടഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നിർദ്ദേശങ്ങളാണ്. ഒരാൾ അതാണ്ട് ലംഘിച്ചാൽ അത് ഭയങ്കര ഒരു പാതകമാണെന്ന് എനിക്കല്ല. ഇതൊക്കെ നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ള കുറേ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ്. പിന്നെ വളരെ ഗൗരവമായി ഉണർത്തിയ ഒരു സംഗതിയാണ്, നിങ്ങൾ ദീർഘയാത്ര പോയി മടങ്ങി വരുന്ന വിവരം നിങ്ങൾ വീട്ടിൽ അറിയിക്കണം, നേരത്തെ അറിയിക്കണം. വീട്ടിൽ അറിയിക്കാതെ നിങ്ങൾ വീട്ടിലേക്ക് കയറി വരരുത്. പ്രത്യേകിച്ചും കല്യാണമൊക്കെ കഴിഞ്ഞ്
പിന്നെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർ തൻ്റെ ഭാര്യ വീട്ടിലും മറ്റൊരു യാത്രയും പോയി വരികയാണെങ്കിൽ വരുന്നുണ്ട്, ഇന്ന സമയത്ത് വരുന്നു എന്നുള്ളത് അവരറിയിക്കണം. നമ്മുടെ ഇടയിലൊക്കെ ഒരു സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒന്നും അറിയിക്കാതെ അതൊരു വലിയൊരു സർപ്രൈസ് ആക്കി കൊണ്ടുവരുന്നത് അതൊരു നല്ല കാര്യമല്ല എന്നർത്ഥം. ഒരാളും ചെയ്താൽ അത് ഭയങ്കരമായ പാതകം എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു നല്ല കാര്യമല്ല. ചെയ്യേണ്ടത് ദീർഘയാത്ര പോയ ആളുകളൊക്കെ ആ ദീർഘയാത്രയെ സംബന്ധിച്ച് അത് അവരെ വീട്ടിൽ അറിയിക്കുകയാണ്. വീട്ടുകാർ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ കാല അഹദുക്കുമുള്ള റൈബത്താണ് റസൂലുള്ളാഹി പറഞ്ഞാണ്, നിങ്ങൾ ദീർഘമായ ഒരു യാത്രയിൽ പോയാൽ ഫല എത്ര കഹുലഹു ലൈലൻ, രാത്രി വന്നിട്ട് വീട്ടിലേ പോയി നിങ്ങൾ വാതിൽ മുട്ടരുത്. രാത്രി പോയി, അതായത് ഒരു മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ നിങ്ങൾ പോയി വീട്ടിലേക്ക് കയറി വരരുത് എന്നാണ്. കാരണം വീട്ടുകാർക്ക് ഒന്ന് പിന്നെ നമ്മളെ സ്വീകരിക്കാൻ അവർക്ക് അവസരം നൽകണം എന്നുള്ളതാണ്. ലിക്കൈ തംഷിത ശഅസത, പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾക്ക് യാത്ര കഴിഞ്ഞ് വരുന്ന ഒരു പിന്നെ ഭർത്താവാണെങ്കിൽ അവരുടെ യാത്ര കഴിഞ്ഞ് വരുന്ന ഭർത്താവിൻ്റെ മൂഡ് അത് സ്വാഭാവികമായും ആ സ്ത്രീകൾ അവരെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കേണ്ട ഒരു രീതിയിലാണല്ലോ ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ, നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കാനുള്ള, വൃത്തിയായി ഒരുങ്ങി നിൽക്കാനൊക്കെ ഉള്ള അവസരം നിങ്ങൾ നൽകണം. അതില്ലാതെ ഒരു വിവരം അറിയിക്കാതെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്ന രീതി ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയകമായി നമ്മോട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ ചില ആളുകൾ ഈ യാത്ര ഹജ്ജിനൊക്കെ പോയി യാത്ര പോകുമ്പോൾ വലിയൊരു സൽക്കാരും മറ്റും മറിച്ചുണ്ടല്ല, അങ്ങനെ ഒരു രീതി നബിയുടെ കാലത്തൊന്നുമില്ല. അപ്പോൾ ഹജ്ജിനൊക്കെ പോകണേ, ഞാൻ ഹജ്ജിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാകെ വലിയ ഒരു കല്യാണം പോലെയൊക്കെ നടത്തണേ, അങ്ങനെ ഒരു രീതി ഇല്ല. പിന്നെ നബിൻ്റെ കാലത്തുള്ള ഒരു രീതി ഒക്കെ ഉണ്ടായിരുന്നു, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ വീട്ടിലും അടുത്തുള്ള ആളുകൾക്കൊക്കെ ഒരു സദ്യ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അതിന് നക്കിഅത്ത് എന്നാണ് അതിന് പറയുക, ആ സദ്യക്ക്. അതുകൊണ്ട് ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖദിമ മിന സഫരി, നബി ചിലപ്പോൾ, എപ്പോഴും അല്ല, ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ നൽകുന്ന ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒക്കെ ഉള്ള ഒരു പിന്നെ നിർദ്ദേശങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഹജ്ജിനൊക്കെ ഉംറക്കൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ടൂറ് എന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നുമല്ല, അത് വേറെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോലെ അങ്ങനെയൊന്നുമില്ല. യാത്ര എന്ന് പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും നിമിഷങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാണേണ്ട കാര്യങ്ങളാണ്. അപ്പം അവിടെയൊക്കെ ആണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഹലാലായ കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഹറാമ് ചെയ്യുകയും ഹറാമിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ളതൊരു യാത്രയുടെ ഒരു സ്വാതന്ത്ര്യമായി പലരും മനസ്സിലാക്കണം. അങ്ങനെയാണ് പല ആളുകളും അങ്ങനെയാണ്. ദീർഘയാത്രകൾ പോയാൽ ഹറാമിൽ മുഴുകുന്ന അവസ്ഥയാണ്. പലരും മദ്യപാനം പോലത്തെ സംഗതികളൊക്കെ ടൂറ് പറഞ്ഞാൽ ചിലപ്പോൾ അതിനാണ് പല ആളുകളും പോകാറുള്ളത്. അങ്ങനെ പോണ ആളുകളുടെ നാട്ടിലൊക്കെ വളരെ ശുദ്ധമായി പള്ളിയിലും മറ്റ് റെഡിയായി നിസ്കരിച്ചാനൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ പോലും ചില ആളുകളൊക്കെ ടൂറിന് പോയ കഥയൊക്കെ കേൾക്കാറുണ്ട്. ടൂറിന് പോയ യാതൊരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന അവസ്ഥ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ടൂറാണെങ്കിലും നാടാണെങ്കിലും ഒക്കെ നമ്മൾ പാലിക്കേണ്ട ബോധവും പഠിച്ചവനെ പറ്റിയുള്ള ചിന്തയും അതൊന്നും നമ്മൾ കൈവിടാൻ പാടില്ല. അത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പിന്നെ യാത്ര അയക്കുക എന്ന് പറഞ്ഞത് ഒരു നല്ല ഒരു രീതിയാണ്. ഒരാൾ യാത്ര നമ്മളെ വീട്ടിൽ നിന്നോ സുഹൃത്തുക്കളോ ഒക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ അവരെ യാത്ര അയക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുക. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക.
ഒരു വലിയൊരു പ്രാർത്ഥന തന്നെയാണ്. ഈ യാത്ര പോകുന്ന ആളോട് ഇദ്ദേഹത്തിന് യാത്ര അയക്കുന്ന ആൾക്ക് പറയാനുള്ള സംഗതി, നമ്മൾ മക്കളെയൊക്കെ പല സന്ദർഭത്തിലും പല സ്ഥലങ്ങളിലൊക്കെ യാത്ര അയക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രാർത്ഥന എന്താണ്? ഒന്ന്, നിന്റെ ദീനിനെ ഞാൻ അള്ളാനെ ഏൽപ്പിക്കുകയാണ്. കാരണം പലപ്പോഴും ദീൻ കൈയൊഴിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് പല യാത്രകളും. യാത്രയിലായാൽ ദീന് അത്തരം സംഗതികളൊന്നും ശ്രദ്ധ ഇല്ലാത്ത സംഗതിയുണ്ടാവും. അപ്പോൾ അത് അസ്തൗദിഉല്ലാഹ ദീനക്, നിന്റെ ദീനിനെ, മതബോധത്തെ അത് ഞാൻ ആ പടച്ചോനെ ഏൽപ്പിക്കുന്നു. അമാനത്തക്ക്, അതുപോലെ തന്നെ നിന്നിൽ വിശ്വസിച്ചേൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് പടച്ചോൻ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളുണ്ട്, കുടുംബം വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളുണ്ട്, തൻ്റെ ഇണകളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പലതും നമ്മളുടെ ജീവിതത്തിൽ പലതും നമ്മൾ അങ്ങനെയാകണം എന്ന് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണവരാണ് നമ്മൾ. പക്ഷെ അത് യാത്ര പോയാൽ, കൺമുന്നിൽ നിന്നാണ് മറഞ്ഞു പോയാൽ, നാട്ടിൽ നിന്നാണ് വിട്ടാൽ ആ കാര്യങ്ങളെ പറ്റിയൊന്നും ബോധമില്ലാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യങ്ങളും അമാനത്തെ, നിന്റെ എല്ലാ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും അത് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. ഖവാതീം അമലി, പ്രവർത്തനങ്ങളുടെ പര്യവസാനങ്ങൾ. നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അതിൻ്റെ പര്യവസാനം നമുക്ക് ദോഷകരമായി പോകാൻ പാടില്ല. അത് നമുക്ക് നന്മയാകാം. എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമുക്ക് നന്മയായി മാറണം. ആ നന്മയായി മാറുന്നതിനും അള്ളാഹുവിൻ്റെ തൗഫീഖ് നിനക്കുണ്ടാകട്ടെ. അപ്പോൾ നിന്റെ ദീൻ നഷ്ടപ്പെടാതിരിക്കുന്നതിനും, അതുപോലെ നിന്നിൽ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതൊക്കെ കാത്തു സൂക്ഷിക്കാനും, നിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാകാനൊക്കെ അള്ളാഹു കാവലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യാത്രയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈ ഹജ്ജിന് പോകണതിന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നമ്മുടെ മക്കൾ, ബന്ധപ്പെട്ടവർ, കുടുംബം ഒക്കെ വിദേശത്തേക്ക് ജോലിക്കും പഠിക്കാനും മറ്റു പലതിലുമായി പോകുമ്പോൾ രക്ഷിതാക്കളും സുഹൃത്തുക്കളും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അവരെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അവരെയൊക്കെ യാത്രയാക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതവും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ദീൻ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുവാനാകട്ടെ.